മായമോളെ, അച്ഛന്റെ നിലവിളിയല്ലേ കേട്ടത് കമലാക്ഷി? എന്റെ ദൈവമേ, ഒന്നും പറയാതെ അങ്ങ് പോയോ? എന്റെ പൊന്നേ അച്ഛാ! അയ്യോ, അച്ഛനിത് നിലവിളിച്ചേ? നിലവിളിച്ചൊന്നും അല്ല, ഞാൻ എന്റെ മായമോളെ വിളിച്ചതാ. കേട്ടാ? അച്ഛാ! ഓഹോ, നിലവിളി കേട്ടപ്പോ എല്ലാരും പേടിച്ചു പോയില്ലേ? ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അച്ഛൻ മായയെ വിളിച്ചതാ. ഓ, ഇങ്ങനെ 4 വിളി വിളിച്ചാൽ മതി, അവള് ബോംബെന്ന് പറഞ്ഞെത്തും. നീ എന്തിനാ കൂടെ പറപ്പ ഇങ്ങനെ കരയണേ? നീ ഇങ്ങനെ കരഞ്ഞാ എനിക്ക് പിടിച്ചു നിൽക്കാനാവില്ല. ചേട്ടാ, നമ്മുടെ അച്ഛൻ അവര് വരുമ്പോ വരട്ടെ. അച്ഛൻ എന്തിനാ ഇങ്ങനെ മനസ്സ് വിഷമിച്ച് കിടക്കുന്നേ? അതുകൊണ്ട് എന്റെ സ്നേഹം നിറഞ്ഞ മക്കൾക്കാർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. എന്റെ മനസ്സ് പൊള്ളിയത് വെറുതെയല്ല. ഗോവിന്ദൻകുട്ടി മൈസൂരിൽ നിന്ന് മായയ്ക്കൊരു ആലോചന കൊണ്ടുവന്നിട്ടുണ്ട്. മൈസൂരിലെ വലിയൊരു ബിസിനസ്സുകാരന്റെ മകനാ പയ്യൻ. അവന് ഡൽഹിയിൽ ഒരു ഉയർന്ന ഉദ്യോഗം ഉണ്ടത്രേ. ഏത് നേരത്തും വിദേശത്ത് സർക്കിട്ടാ. ഞാനതങ്ങ് നടത്താൻ തീരുമാനിച്ചു. അതിന് അവളെ കൂടെ സമ്മതിക്കണ്ടേ അച്ഛ? സമ്മതിക്കും. അതാ ഞാനും അവളും തമ്മിലുള്ള ബന്ധം. അതിലൊരു പിഴവ് പറ്റുന്നത് നിങ്ങളൊന്ന് കാണിച്ചതാ. ആ നിമിഷം എന്റെ ചങ്ക് പറിച്ച് നിങ്ങൾക്ക് ഇട്ടുതരാം. നാളെ അവരിവിടെ വരുന്നുണ്ട്. ജോലിത്തിരക്കെന്നും പറഞ്ഞ് 2 കൊല്ലമായി ബോംബെന്ന് വരാത്ത മായയോട് എത്രയും വേഗം ഇവിടെ എത്താൻ പറയണം. അതിനുള്ളൊരു വഴി ആലോചിക്കുക ഞാൻ. അവിടെ പോയി അവളെ കയ്യോടെ കൂട്ടിക്കൊണ്ടുവരണമെന്നാ ഗോവിന്ദൻകുട്ടി പറഞ്ഞത്. അതിന് ഈ ഗോവിന്ദൻകുട്ടി മൈസൂരിൽ നിന്ന് എപ്പോഴായിട്ടായിരുന്നല്ലേ അത്? അവൻ രാവിലെ മുതൽ ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ ആരും കണ്ടില്ലേ? ആ, എന്നാ കണ്ടു. അവനെ തെക്കേ മുറി കിടക്കുന്നുണ്ട്. ഇവിടെ കാലമാടത്തെ കിടപ്പ് കണ്ടല്ലേ? അടച്ച് പൂസായ കിടപ്പാ. എന്നാലും ഈ ഗോവിന്ദൻകുട്ടി നമ്മളറിയാതെ മായയ്ക്കൊരു ചക്കിലുണ്ടാക്കിയില്ലേ? അതും ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു സേതുമാധവനെ. ഈ വിവരം എന്റെ ശിവൻകുട്ടി അറിഞ്ഞ അവൻ അപ്പ ആത്മഹത്യ ചെയ്യും. അതൊരു നല്ല കാര്യ. കയ്യിൽ നിന്ന് നേരത്തെ അവനോട് ചെയ്യാൻ പറ. വൃത്തക്കേട് പറയാതെ. ഇവനെ വിശ്വസിക്കരുതെന്ന് ഞാൻ എല്ലാരോടും പറയാറുള്ളതാ. അമ്മയുടെ ഇളയ ആങ്ങളെയാണ്, അച്ഛന്റെ പുന്നാര അളിയനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്തായി? ഗോവിന്ദൻകുട്ടി കൊണ്ടുവന്ന സേതുമാധവനെ മായയെങ്ങാനും കല്യാണം കഴിച്ചാൽ അതോടെ മായയും മായയുടെ സകലമായും ഗോവിന്ദൻകുട്ടിയുടെ കയ്യിലാവേ. അയ്യോ, നേരാ. എനിക്കിപ്പോ അറിയണം, അതാരാ ഇന്ത്യയിൽ ഇതുവരെ എത്താത്ത ഒരു സേതുമാധവൻ? അവനെന്താ ഈ വീട്ടിൽ കാര്യം? നിന്റെ കാര്യം പോക്കാ എന്റെ ശിവൻകുട്ടിയെ. ആ സേതുമാധവനാ മായയെ കെട്ടാൻ പോന്നെ. ഒരു ഗണേതമാധവനെ അവളെ കെട്ടാൻ പോണില്ല. കെട്ടിയ അവന്റെ ശവം ഈ വീട്ടുമുറ്റത്ത് കിടക്കും. ഈ ശിവൻകുട്ടി വെറും ശവൻകുട്ടിയല്ല, ഈറ്റപ്പുലിയാണ്. അതും പെറ്റി കിടക്കാണെന്ന് ഓർമ്മിച്ചോ. ആഹാ, ഗണേതമാധവൻ. ഇവന്റെ 2 പല്ലിളകി, ചെവിക്ക് നീരും വന്നിട്ടുണ്ട്. എന്റെ കുഞ്ഞിനെ എങ്ങനെ തല്ലിക്കൊല്ലാൻ അച്ഛൻ എപ്പോഴാ ഗോവിന്ദൻകുട്ടിക്ക് അധികാരം കൊടുത്തത്? വൃത്തികേട് വിളിച്ചു പറഞ്ഞാൽ ആരായാലും തല്ലും. അതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട. ഇളകിയ പല്ലങ്ങ് പറിപ്പിച്ചുകളാ. ചെവിയിൽ ഇത്ര എണ്ണ ചൂടാക്കി ഒഴിക്ക്. ഇനിയെങ്കിലും ഇത്തരം കൊച്ചുവർത്താനം പറയുന്നതിന് മുമ്പ് പായ നന്നായി കഴുകണം. മനസ്സിലായോ? ഇനി എല്ലാരും കേൾക്കാൻ ഞാനൊരു കാര്യം പറയാം. ഗോവിന്ദൻകുട്ടി മായയ്ക്ക് കൊണ്ടുവന്ന ആലോചന ഞാൻ അങ്ങ് നടത്താൻ പോവാ. അവള് വന്നാ ഉടനെ ഞാൻ എന്റെ വിൽപത്രവും എഴുതും. വിശദമായിട്ട് ഇനിയൊന്നും എഴുതാനില്ല. ഞാൻ നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ തന്നു കഴിഞ്ഞു. ഇത്രയും സ്വത്ത് കിട്ടിയിട്ട് ആ പാവം കുട്ടി എന്ത് ചെയ്യാനാച്ചാ? അവളത് കെട്ടിപ്പൊളിഞ്ഞ് ബോംബെക്ക് കൊണ്ടുപോക്കോട്ടെ. അവിടെ താമസിക്കാൻ തീരെ സ്ഥലം കിട്ടുന്നില്ല എന്ന് കഴിഞ്ഞ കത്തിൽ എഴുതിയിരുന്നു. അയ്യോ, എന്റെ അച്ഛൻ പോയേ. അച്ഛാ!
അതെ കൃത്യം 7 സെക്കൻഡ് കൊണ്ട് മൂപ്പിൽ താഴത്തെത്തുന്ന അലയന്മാര് പറയുന്നത്. അത് ഞാനും കണ്ടതല്ലേ. അതാണ് സഹദേവ തറവാടിത്തെന്ന് പറയുന്നത്. അതിന് കൊടുക്കണം പൈസ. ആ കോവണി തീർത്ത് ഒറ്റ തടിയില അതാകെ പപ്പടം പൊടിയുന്ന പോലെ പൊടിഞ്ഞു പോയി. അതാ എനിക്ക് സങ്കടം. ഹ, ഇത് കേട്ടാത്തൊന്നും മൂപ്പിൽ നേരുണ്ടാക്കിയ ഒറ്റത്തടിയിലാണെന്ന്. മൂപ്പൊരു ഒറ്റത്തടിയാണ് സഹദേവ. അല്ല, ദുബായ് ഫ്ലൈറ്റ് ഒന്ന് നേരത്താണല്ലോ പഠിച്ചോനെ. ചതിച്ചല്ലോ മക്കളൊന്നും മാറി. അല്ല ചേട്ടാ, കോവയ്ക്ക് എന്താ ഇവിടെ ബിസിനസ്? അവരൊക്കെ വലിയ പൊസിഷനിലല്ലേ. ഈ ബിസ്ക്കറ്റിന്റെ ഏജൻസിയാ. കരിപ്പൂർ എയർപോർട്ടില്ലേ, അതാ ഇവന്റെയൊക്കെ തറവാട്. ചെറിയ ഇങ്ങനെ വെച്ചോണ്ടിരിക്കാതെ മായെ വിവരം അറിയിക്കുന്നതല്ലേ നല്ലത്. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ശിവൻകുട്ടി. ആരാ നിന്റെ നാട്ടിലൊരു വാസുണ്ണി? ചെറിയമ്മയുടെ മോനാ. എന്തേ, അവനെന്തെങ്കിലും പറ്റിയോ? അവനൊന്നും പറ്റിയിട്ടില്ല. അവന്റെ വക നിനക്കൊരു ടെലഗ്രാം വന്നിട്ടുണ്ട്. ഡിയറസ്റ്റ് മായ, മുത്തച്ഛൻ ബിക്കെയിം ഡെഡ് ബോഡി. വാസുണ്ണി വെയിറ്റിംഗ് ഫോർ മായ. എന്റെ ഈശ്വര, എന്റെ മുത്തച്ഛൻ എന്ത് പറ്റി? മുത്തച്ഛൻ വിഖയും ഡെഡ് ബോഡി എന്ന് വെച്ചാ മുത്തച്ഛൻ മടിയായിരുന്നു. അതായത് മുത്തച്ഛൻ മരിച്ചു എന്ന്. അയ്യോ, എന്റെ മുത്തച്ഛൻ. എനിക്ക് മുത്തച്ഛനെ കാണണം. എനിക്ക് ഇപ്പൊ പോണം. നീ കിടന്ന് വെള്ളം വെക്കാതെ. മുത്തച്ഛനല്ല, ഏത് ദേവേന്ദ്രനായാലും ജനിച്ച ഒരു ദിവസം വടിയാവൂലേ. നമുക്ക് അങ്ങോട്ട് പോവാൻ ചെയ്യട്ടെ. ഉടനെ പോവാം. നമ്മളെ രണ്ടാളെ ഒന്നിച്ച് കണ്ട വടിയായ മുത്തച്ഛൻ നരിയാവുന്നു നീ തന്നെയല്ലേ എന്നോട് പറഞ്ഞത്? അതിന് സാറിനെ മോളെ ആരും കാണാൻ പോലെ. സാറും ചേച്ചിയും കുഞ്ഞും അവിടെ എത്തുന്നു, ചേച്ചി മാത്രം അവിടെ ഉള്ളവർ കാണുന്നു. അങ്ങനെ നോക്കുന്നു ചിന്തിച്ചു. അതെ, അങ്ങനെ മതി. എനിക്കൊന്ന് മുത്തച്ഛനെ കണ്ടാ മതി. സാർ എന്തായാലും ചേച്ചിയെ കൊണ്ടുപോയി മുത്തച്ഛന്റെ മൃതദേഹമെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഒരു ജീവിതാവസാനം വരെ മനസ്സിൽ ഇങ്ങനെ കടന്നു പൊരിയും. നമ്മൾ എങ്ങനെയാണെന്ന് പോവാ? സമയത്തിന് ഇവിടെ എത്തണമെങ്കിൽ വല്ല വിമാനത്തിലും കയറി പറക്കണം. എന്നാ നീയും വാ, നമുക്ക് ഒന്നിച്ച് പറക്കാം. ഇവളില്ലാതെ മോളെ കൊണ്ട് ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്യാനാ? അത് ഞാൻ ഏറ്റു. സാറിന്റെയും ചേച്ചിയുടെയും കൂടെ ഏത് അന്റാർട്ടിക്കൽ വേണമെങ്കിലും ഞാൻ വരാം. നമുക്ക് 3 പേർക്കും ഓരോ ഫുൾ ടിക്കറ്റും ആ. മോൾക്കൊരു കുട്ടി ടിക്കറ്റും എടുത്ത് നമ്മൾ ഇപ്പൊ കേരളത്തിലേക്ക് പറഞ്ഞാൽ എന്റെ ഉള്ള ബാങ്ക് ബാലൻസും പറക്കുമല്ലോ കൃഷ്ണ. ഈ മുത്തച്ഛന് മരിക്കാൻ കണ്ടൊരു നേരം. ജയേട്ടാ, പോവാം. ബാങ്ക് പൊളിഞ്ഞാലും ശരി, നമുക്ക് പോവാം. ചേച്ചി കരച്ചിലെടുത്ത് നമ്മളത് പറക്കിയായി. മുത്തച്ഛ, ആശാരി വന്നു. സഹായിക്കണോ? ആശാരി കിടപ്പിലായിരുന്നു. ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ മുത്തച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങ് വടക്കാഞ്ചേരിന്നേ ആംബുലൻസും പിടിച്ചിഞ്ഞു പോകുന്നു. എന്റെ കറപ്പായി, നീ ഇപ്പോഴും ജീവനോടുണ്ടോടാ? ഉണ്ടേ, അതുകൊണ്ടല്ലേ കാണാൻ വന്നത്. ഞാൻ പറഞ്ഞ ഈ കോവണി 60 കൊല്ലം കാരിരുമ്പ് പോലെ കിടന്നില്ലേ മൂപ്പിൽ നായരെ. ഇപ്പൊ ഇത് ഏത് കഴിവേറിയാ ചവിട്ടി പൊളിച്ചത്? കഴിവേറി ഞാനാ. അല്ല, അത് ചവിട്ടി പൊളിക്കാനും വേണം ഇത്തിരി കരുത്ത്. അതിപ്പോഴും മൂപ്പിൽദാർക്ക് മാത്രമേ ഉള്ളേ. സമയം കളയാതെ നീ അതൊന്ന് നോക്ക്. എനിക്കത് നന്നാക്കാതെ ഒരു സമാധാനവും ഇല്ലടോ. ആദ്യം ആരെങ്കിലും ഒരു വിളക്കൊന്ന് കത്തിച്ചു വെച്ചേ. ഭഗവതിയെ വിചാരിക്കാതെ ഞാൻ മുഴങ്കോല് തൊടില്ല. സമയം കളയാതെ നീ വേഗം വീട്ടിലേക്ക് അല്ലേ. ഇനിയും നീ വൈകിയ ചിലപ്പോ നിന്റെ മുത്തച്ഛന്റെ പുക പോലും നിനക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല. തൽക്കാലം ഞാനും കുഞ്ഞും ഒപ്പം വന്ന് അവിടെ അതൊരു പ്രശ്നമാക്കണ്ട. അതൊരു മരണം നടന്ന വീടല്ലേ ദാസ. നമ്മളായിട്ട് എന്തിനാ അവരുടെ സന്തോഷം കളയുന്നത്? അത് നേരാ. ആ സന്തോഷം കളയണ്ട. നേരത്തെ പറഞ്ഞതുപോലെ ചേച്ചി മാത്രം പോയാൽ മതി. ആ, നീയും ഇവളുടെ കൂടെ പോയി അവിടത്തെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് പഠിക്ക്. അകത്ത് കയറണ്ട. ആ, അത് ഞാൻ ഏറ്റു. 1-2 ദിവസം മോളുടെ ബഹളം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. വേണമെങ്കിൽ മുത്തച്ഛന്റെ കർമ്മങ്ങൾ കഴിയുന്നവരെ നമുക്ക് ഈ ഹോട്ടലിൽ തന്നെ തങ്ങാം. തൽക്കാലം നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ആരോടും പറയണ്ട. സമയമാകുമ്പോ പറഞ്ഞാൽ മതി. എനിക്കെന്തോ ഒരു പേടി പോലെ. ആ, നീ ധൈര്യമായിട്ട് ചെല്ല്. നിന്റെ മുത്തച്ഛന്റെ ആത്മാവിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. ഇതാണോ ചേച്ചിയുടെ വീട്? ആരെയും പുറത്ത് കാണുന്നില്ലല്ലോ. മുത്തച്ഛനെ ദയിപ്പിച്ചു എന്നാ തോന്നണത്. ചേച്ചി, വെള്ളമൊന്നും ഉണ്ടാക്കല്ലേ. നല്ല കൺട്രോൾ വേണം. കൺട്രോള്. കൊണ്ടുപോയിട്ടില്ല, കിടക്കുന്നു മുത്തച്ഛനെ. മോളെ, അല്ല, മൂപ്പിനാര് കാറ്റുപോയോ? മോളെ,
അച്ഛാ, എന്റെ മോളെ. മോളെ എന്ന് വന്നേ പരിവരി എത്തിയിട്ട് ഞാൻ എന്റെ മോളെ ഒന്ന് കണ്ണു നിറച്ച് കണ്ടില്ലല്ലോ ഈശ്വര. സാറേ സാറേ ഏ ആ പ്രശ്നമായി സാറേ. ഉം. ചേച്ചിയെ കണ്ടതും ചത്തോയ മുത്തച്ഛൻ എഴുന്നേറ്റ് ഒന്ന് കെട്ടിപ്പിടിച്ചു. കെട്ടിപ്പിടിക്കാൻ വന്ന വേറൊരു മുത്തച്ഛൻ ചത്തും പോയി. പുതപ്പിച്ച് ശ്മശാനത്തിലേക്ക് എടുക്കാൻ വെച്ച മുത്തച്ഛന്റെ 4 വാരിയല്ലേ ചേച്ചി അമർന്ന് വീണപ്പം പൊട്ടിപ്പോയി. ആ മുത്തച്ഛൻ നിലവിളിച്ചപ്പോ വേറൊരു മുത്തച്ഛൻ മോളെന്ന് വിളിച്ചതും ചേച്ചി ഡീം. ഹോ. ആ വീട്ടിലെന്തോ പ്രേതബാധയുണ്ട് സാറേ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇതേവരെ ഇത്രയും പ്രേതങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല. മായക്ക് എന്തു പറ്റി? ഹ, ചത്ത മുത്തച്ഛൻ എഴുന്നേറ്റതും ചേച്ചിക്ക് ബോധം പോയി സാറേ. ചേച്ചിയെ എല്ലാ പ്രേതങ്ങളുടെ ഒന്നായെടുത്ത് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പം മുത്തച്ഛനോ? മുത്തച്ഛൻ പറിച്ചു മൂടി അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി നല്ല ധൈര്യമുള്ള ആരെങ്കിലും ചെന്ന് ആവാഹിച്ച് ദഹിപ്പിക്കണം, അല്ലാതെ രക്ഷയില്ല. മോളെ മുത്തശ്ശൻ മരിച്ചിട്ടില്ല മോളെ. മോളെ കാണാതെ മുത്തശ്ശൻ മരിക്കുവോ? മോള് വേഗം വരാൻ വേണ്ടി മുത്തശ്ശനാ വാസുണ്ണിയോട് കമ്പി അടിക്കാൻ പറഞ്ഞത്. കോവണിന്ന് വീണ് കാലു മുളുക്കി നീരും വന്ന് കിടന്ന് ഞാൻ ചത്തുപോയെന്ന് കമ്പി അടിച്ചത് അവനാ. ആ അതാണ് വാസുണ്ണി. വാസുണ്ണി ശിവൻകുട്ടിയേട്ടനെ പോലെ മണ്ടനല്ല അമ്മേ. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് അന്തസായി നടത്തിയിരിക്കും. ഇതുവരെ വരാത്ത മായ ചേച്ചി ഇപ്പൊ ഇവിടെ വന്നില്ലേ? അതാണ് പറഞ്ഞത്, ആണായി ജനിച്ചാ മാത്രം പോരാ, അല്പസ്വല്പം ബുദ്ധിയും വേണമെന്ന്. ജീവനോടിരിക്കുന്ന മുത്തച്ഛനെ തല്ലി കൊന്നിട്ടാണോടാ കഴുത ആണത്തം കാണിക്കുന്നേ? എന്റെ കുഞ്ഞിനെ കിഴക്കാൻ നിനക്കാരാണ് അധികാരം തന്നത് മോനക്കഴുത്. ചില തല കണ്ടാ കിണ്ണാൻ തോന്നും. എന്റെ കൂടെ പറപ്പേ, നീ ഒരു കിണ്ണും കൂടി കിണ്ണേ കിണേന്ന് കേക്കണം. എന്റെ മായയുടെ അടുത്താണോ തോന്നിയ ദിവസം കാണിക്കുന്നത്? അതേ ബുദ്ധി കാണിച്ചിട്ടുണ്ടല്ലേ ചവിട്ടി. എന്റെ കൊച്ചിന്റെ കാര്യം ഇവിടെ. ഒരിക്കലും മരിക്കരുതേ മരിക്കരുതേ എന്ന് ഞങ്ങളെല്ലാം മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ അച്ഛൻ മരിച്ചു കാണാൻ വേണ്ടിയല്ലേ പെങ്ങളി കരുതേ കൊണ്ട് അച്ഛൻ മരിച്ചു എന്ന് കമ്പടിപ്പിച്ചത്. അച്ഛനൊന്ന് മാറിക്കേ. പറയുമ്പോ എല്ലാം പറയണല്ലോ മായ. ആ കഴുത വാസുണ്ണിയോട് പറയുന്നതിന് വരെ മുത്തച്ഛൻ കമ്പി അടിക്കാൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ലായിരുന്നു. മുത്തച്ഛൻ എന്ത് വിവരക്കടായി കാണിച്ചു. കൂടി പോയി. ഞാനും മറന്ന്. അല്ലെങ്കിൽ പേരെന്തിനാ അവളെ കിട്ടിയ പോരെ? എന്നവാ കോയക്ക് ഇവിടെ മരത്തിന്റെ ബിസിനസ് ആണെന്ന് അച്ഛൻ പറയണ്ടായി. മാഞ്ചിയാണോ കള്ള? ആചാരി തട്ടിപ്പൊന്നുമില്ല. ഒരു ഷെയർ ഒന്ന് എന്നെ കൂടി ബിസിനസ് എടുക്കോ? അതെ, എന്റെ ബിസിനസ് എന്നൊക്കെ പറഞ്ഞ ഒരു തരം ചുറ്റിക്കളിയാണ് ശിവൻകുട്ടി. ചുറ്റിക്കളിയോ? അതെ, ഈ ഭൂമി തിരിഞ്ഞ ശിവൻകുട്ടി കണ്ടില്ലേ? കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്. ആ എന്നാ കേട്ടത് നേരാ. ആ. ഭൂമി തിരിയുന്നുണ്ട്. ജീവിക്കാൻ വേണ്ടി അതിനേക്കാൾ 10 ഇരട്ടി വേഗത്തിലാണ് നമ്മൾ തിരിയുന്നത്. അതിന്റെ പുറത്ത് നീയും കൂടി കയറിയിരുന്ന ഉരുണ്ട് വരുന്ന താഴെ വീണ് കയ്യും കാലും പൊട്ടിപ്പോകുമോനെ. നീ ഇപ്പൊ ഉള്ള പണിയാണ് ചെയ്താൽ മതി. എന്ത് പണി? ഈ കൂളിംഗ് ഗ്ലാസും വെച്ച് തെണ്ടി തിരിഞ്ഞടക്കല്. അല്ലാതെ എനിക്ക് വേറെന്ത് പണിയാ കിട്ടുക? ആ അതൊക്കെ പോട്ടെ. ആട് വളർത്തൽ എനിക്ക് ചേരുമോ? അത് തിരക്കല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതാരും മായ എന്താ ഈ വേഷത്തിൽ? എന്താ ഒന്നും പറയാതെ ഇങ്ങനെ? ഒരു മിനിറ്റ് ഞാൻ ഒന്ന് പറയട്ടെ. കയ്യെന്ന് വിട് പോയാ. മായേ മായ, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. നീ ആരാടാ ചൂല എന്നെ തല്ലാൻ? ഇതൊക്കെ മായയാണ്. മായ ഓണാത്തുമ്മ. നിനക്കെന്താ മനസ്സിലായില്ലേ? ഞാൻ നിന്റെ ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി മോനെ ആള് മാറിയതാണ്. ഓ ആള് മാറിയിട്ടാണ് നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കയറി പിടിച്ചത്. അല്ലടാ ചെറ്റകളെ, നിങ്ങളെ രണ്ടിനെ ഞാനൊന്ന് പൊരിക്കുന്നുണ്ട്. എന്റെ പൊന്നു സഹോദര, ഞാൻ ഈ പെങ്ങളെ ആദ്യമായിട്ട് കാണുകയാണ്. ഇതുപോലത്തെ ഒരു സഹോദരി ഇപ്പൊ എന്റെ വീട്ടിലുണ്ട്. അവളെ കല്യാണം കഴിക്കാനുള്ള അതിമോഹം കൊണ്ട് അവനൊന്ന് തൊട്ടുപോയതാണ്. പാപ്പാക്കണം. ആ കൂളിംഗ് ഗ്ലാസ്സുകാരന് ശിവൻകുട്ടി. ഓഹോ, അവനാണോ ശിവൻകുട്ടി? അവർക്കെന്നെ മനസ്സിലായിട്ടില്ല. മനസ്സിലായിട്ടില്ല? അതല്ലേ എനിക്കും വേണ്ടത്. ഇനിയത്തെ കളി ഞാൻ കളിച്ചോളാം. നീ ധൈര്യമായിട്ട് ആരും അറിയാതെ വീട്ടിലേക്കല്ലേ. ഇങ്ങനത്തെ ഒരു തറവാട്ടി പറഞ്ഞിട്ടാണോ ഇവനൊക്കെ വൃത്തിയോട് കാണിക്കുന്നത്? വഴി നടന്നു പോകുന്ന എന്റെ ഭാര്യയെ കയറി പിടിക്കാൻ ഇവനാരാ? ഈ നാട്ടിലെ ഗുണ്ടയോ? അതിന് സാറേ സത്യം ഇവര് പറയും.
അച്ഛാ ഇയാൾ ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇയാളുടെ ഗുജറാത്തി ഭാര്യയെ കണ്ടാൽ എന്റെ മായയെ പോലെ ഇരിക്കും. വഴി വിളിച്ച് കണ്ടപ്പോ ഞാൻ ആളറിയാതെ സംസാരിച്ചല്ല, കയറി പിടിച്ചു. അത് വേണോ? പിടിച്ചോടാ. മായാണെങ്കിൽ എന്താ അതിലേക്ക് കയറി പിടിക്കാൻ സംസാരിച്ചുകൂടെ? കുഞ്ഞിനെ തല്ലല്ലേ ഏട്ടാ? പോരെ. നിന്നെ ഞാൻ കുടുംബത്തിന്റെ മാനം കളയാൻ ജനിച്ചവരാണോ നീ?